കാര്യമുള്ളൂ. എന്താണെന്നറിയോ, ഒരു കമ്പനി ഇപ്പൊ പിണറായി വിജയന്റെ മകളല്ല, ഞാനൊരു കമ്പനി കൊടുക്കും, നിങ്ങൾക്ക് എല്ലാം കമ്പനി തുടങ്ങാലോ. കമ്പനി തുടങ്ങിയാൽ എനിക്ക് ആരുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കാലോ. ആ എഗ്രിമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് കാര്യം നോക്കുന്നുള്ളൂ. നിങ്ങളോട് ഞാനൊരു ധാരണ ഉണ്ടാക്കി, വെറുതെ എന്റെ മനസ്സിലിരിക്കുന്ന ബുദ്ധി നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എനിക്ക് പൈസ പഠിക്കാലോ. അതിന് സേവനം എന്ന് പറയാ, അതിനാണ് സേവനം എന്ന് പറയാ. അതിന് ഇന്ന ഡോക്യുമെന്റ് വേണം, മറ്റേ സെർവർ വേണം, മറ്റേ കമ്പനി വേണമെന്നൊന്നും ആവശ്യമില്ല. ആ സേവനത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ. എന്താ കാര്യം അറിയോ, ഞാൻ എന്താണോ സേവനം നടത്തുന്നത്, എന്റെ ബുദ്ധിയാകാം, എന്റെ കഴിവാകാം, എന്റെ എന്താണ് സപ്പോർട്ടാവാം, എല്ലാം ഒരു സേവനമാണ്. ആ സേവനത്തിൽ ഇന്ത്യ നിയമപ്രകാരം ഒറ്റ നിയമമേ ഉള്ളൂ. എന്താണെന്നറിയോ, നിങ്ങളോട് പണം മേടിക്കുമ്പോൾ GST അടച്ച ബില്ല് തരണം. അത് മാത്രമേ ആവശ്യമുള്ളൂ. വീണ വിജയൻ GST അടച്ച ബില്ല് CMRL കൊടുത്തിട്ടുണ്ടോ? അതോടുകൂടി കഴിഞ്ഞു. അത് വ്യാജമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഓരോ മാസം പണം വാങ്ങുമ്പോൾ GST ബില്ല് കൊടുക്കണം. ഒരു മാസം GST ബില്ല് ആ മാസം കൊടുക്കണം, അല്ലാതെ എല്ലാം കൂടി കൂട്ടി 10ാമത്തെ മാസം കൊടുക്കാൻ പറ്റുമല്ലോ. എല്ലാ മാസവും കറക്റ്റായിട്ട് വീണ വിജയൻ കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിന്റെ അപ്പുറം ഒന്നുമില്ല. അതിന്റെ അകത്ത് അഴിമതി കണ്ടെത്താൻ പറ്റില്ല എന്ന് തീരുമാനിച്ച ആളാരാണെന്നറിയോ? കേരള ഹൈക്കോടതിയാ. അവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. അതിനപ്പുറം നിന്നിട്ടാണ് പറയുന്നത് എന്ത് സേവന കൊടുത്തെന്ന് പറ. എന്നിട്ട് ഇന്നത്തെ രാഷ്ട്രീയ, ഞാൻ ഈ നിഷ്കളങ്കരോട് പറയാണ്, ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം പറയാ പിണറായി വിജയൻ രാജിയൊക്കെ അല്ലേ. ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വീട്ടിലും പിന്നെന്താണ് പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിലും സോണിയാഗാന്ധിയുടെ വീട്ടിലും ED റെയ്ഡ് നടത്തിയ സമയത്ത്, നാഷണൽ ഹെറാൾഡ് കേസിൽ ED റെയ്ഡ് നടത്തിയ സമയത്ത് ഈ പറഞ്ഞ ന്യായം ഉണ്ടായിരുന്നോ? ഇത് SFI ആണ്. ഇത് അറസ്റ്റ് ഉണ്ടാവില്ല.